വയനാട്ടിലെ മേപ്പാടിക്ക് അടുത്ത് തൃക്കൈപ്പറ്റ ഞങ്ങൾ വീട് നിർമ്മിക്കുന്ന സ്ഥലത്തിന്റെ അടുത്താണ്. ഇവിടെ ഞങ്ങളെ യൂനിസ് എന്ന നമ്മളെ കുട്ടിയുണ്ട്. ഓന് പിന്നെ പ്രഷർ അടിച്ച് കാര്യതാണ്. അപ്പോൾ ഓനൊരു കട നമ്മളെ SYSന്റെ ടീം ഇട്ട് കൊടുത്താണ്. അപ്പോൾ അവിടെ കാപ്പി പിടിച്ച് ഇടക്കിടക്ക് നിൽക്കും. അപ്പോൾ ഇവിടെ വയസ്സായ ഒരു ഏട്ടനെയും ഏട്ടന്റെ പുതിയണ്ണനെയും കണ്ടു. ഏട്ടന്റെ പേരെന്താ? കോരേട്ടന് ചെറിയൊരു ചായക്കായി കൊടുത്തപ്പോ വെള്ളം കുടിച്ചോണ്ടിന്ന് പറഞ്ഞപ്പോ ചേട്ടൻ വിചാരിച്ചത് മറ്റേ വെള്ളമാണ്. ഞാൻ അങ്ങനത്തെ കുടിക്കല്ലേ മനന്ന്. നമ്മുടെ നാട്ടില് സാധാരണ പറയുന്നതാണ് വെള്ളം കുടിച്ചോളാണ് ചായ ചോറൊക്കെ തിന്നോളി എന്നാണ് പറയുന്നത്. പക്ഷെ ഏട്ടൻ തെറ്റിദ്ധരിച്ചു. എല്ലാ സന്തോഷാട്ടെ. അല്ല, ഏട്ടന് ഇപ്പൊ പെൻഷൻ കിട്ടുന്നുണ്ട്. 2000 ഉറുപ്പ്യ രണ്ടാക്കും. അത് നമ്മള് എവിടെ? സുന്ദരന്റെ അടുത്ത്. അവിടുന്ന് സാധനം പഠിക്കല. പിന്നെ 2 ഏക്കറോളം 300ഓളം കുടുംബങ്ങൾക്ക് സർക്കാർ വീതിച്ചു എന്ന് പറഞ്ഞു. അതിന് നിങ്ങൾക്ക് കാപ്പിയും കാര്യമുണ്ട്. അത് നിങ്ങൾ ലീസിന് കൊടുക്കല. പിന്നെ എത്ര കിലോ അരി കിട്ടുന്നുണ്ട്? അരി 30 കിലോ മാസം കിട്ടും. അപ്പൊ കൊശിയാണ്. അപ്പൊ അസുഖമൊക്കെ വന്നാൽ ആംബുലൻസ് അവിടെ വരുമോ? കൊണ്ടുപോകും. റോഡ് സൈഡിലാണ് വീട്. അപ്പൊ ആംബുലൻസ് വന്ന് കൊണ്ടുപോകും. ഹോസ്പിറ്റലൊക്കെ സൗജന്യ ചികിത്സയാണ്. മരുന്നാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. നമ്മൾ പിടിക്കുന്ന മരുന്നാണ്. മരുന്ന് ഫ്രീ അല്ലേ? ഫ്രീ തന്നെ. അതാണ്. പക്ഷെ അത് ഒരുപാട് മരുന്നുണ്ടോ അതോ നല്ല മരുന്നല്ലേ? അല്ല, നല്ല മരുന്നല്ല. അപ്പൊ അതിലൊരു സങ്കടം ഉണ്ട്. അപ്പൊ ഹോസ്പിറ്റലില് നല്ല മരുന്ന് തരണം അല്ലേ? അപ്പൊ നമ്മൾ ഇപ്പോഴത്തെ സർക്കാർ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്യുന്നുണ്ട്. ഈ മരുന്നിനെ പറ്റി ഞാൻ കേട്ട് എന്റെ അടുത്ത് അതേപോലെ സാധനമുണ്ട്. അപ്പൊ രാവിലെ തന്നെ രാത്രി കുറച്ച് പറഞ്ഞ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ഡോക്ടർമാരും പിന്നെ മരുന്നാണ് ഇപ്പൊ കൊടുക്കുന്നത്. അപ്പൊ അത് ചികിത്സ നമ്മൾ നോക്കി ശരിക്കും നോക്കി അതിനെന്താ സൂക്കേട് എന്നൊക്കെ അത് പറഞ്ഞു കേട്ടിരുന്നു. എന്നിട്ടാണ് ഈ മരുന്ന് തന്നെ. ഇഞ്ചക്ഷൻ അടിക്കണം, അതോ അടിക്കും. ഇപ്പൊ വയസ്സായി. ഇനിയിപ്പോ സാധാരണ ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാവും. ഒരുപാട് പ്രായം. ഇനി ആരോഗ്യം ഉണ്ടാവട്ടെ. രണ്ടാക്കും മക്കളെ പ്രശ്നം തന്നില്ല. എന്നാലും സന്തോഷ ജീവിതമാണ്. ഹാപ്പി ആട്ടെ. ഓക്കെ ഏട്ടാ. അമ്മച്ചേ ഓക്കേട്ടാ. സന്തോഷവതിയല്ലേ? അയ്യോ അതെ. ചൂട് വെക്കൂലല്ലേ? പാവം പഠിച്ചേനെ. അപ്പൊ ഞങ്ങൾ അതുപ്പാക്കുന്നുണ്ട്. ഞങ്ങളിന്ന് നെടുമ്പാലയിൽ വന്നാണ്. ഞാനാണ്